नूर वाला आया है, नूर लेकर आया है, नूर वाला आया है, नूर लेकर आया है, सारे आलम पे ये देखो कैसा नूर छाया है। अस्सलातु वस्सलामु अलैका या रसूल अल्लाह, अस्सलातु वस्सलामु अलैका या हबीब अल्लाह। हमको बुलाना या रसूल अल्लाह, 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 हमको बुलाना या हबीब अल्लाह, हबीब अल्लाह। الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، خذ بأيدينا قلت هيلتنا أدركنا يا رسول الله. وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أبان مولده عن طيب أنصره، يا طيب مبتدأ منه ومختتم، يوم تفرس فيه الفرس أنهم قد أنذروا بحلول البؤس والنقم، وبات إيوان كسرى وهو منصدئ كشمل أصحاب كسرى غير ملتئم، والنار خامدة الأنفاس من نسفي عليه، والنهر في العين من صدمي، وساء ساوة أن غابت بحيرتها، وعرد واردها بالغيظ حين ضمي، كأن بالنار ما بالماء من بللي، حزنا وبالماء ما بالنار من ضرمي، والجن تهتف والأنوار ساطعة، والحق يظهر من معنى ومن كلم، عن
عموا وصموا فإعلان البشائر لم تسمع وبارقة الإنذار لم تشمي من بعد ما أخبر الأقوام كاهنهم بأن دينهم المعوز لم يقم وبعدما أعينوا في الأفق من شهب منقلة وفق ما في الأرض من صنم حتى غدا عن طريق الوحي منهزم من الشياطين يقفو إثر منهزم كأنهم هربا أبطال أبرهتي أو عسكر بالحصى من راحتيه رمي نبذا به بعد تسبهم ببطنهما نبذ المسبه من نحشاء ملتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾ പ്രവാചക പ്രേമത്താൽ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഈ സദസ്സിലേക്കെത്താൻ സമയം കണ്ട എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു ഏകദേശം 10 ദിനത്തോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ വേദി അവൻ പൊരുത്തപ്പെടുന്ന ഒരു വേദിയാക്കി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ നവദിന പ്രഭാഷണം കൊണ്ട് നമുക്ക് കിട്ടാനുള്ള മുഴുവൻ ഖൈറും നേടാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും ഉതകുന്ന ഒരു നല്ല സദസ്സാക്കി റഹ്മാനായ തമ്പുരാൻ മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരന്മാരെ, ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുരാഗത്തിന്റെ ആഴവും പരപ്പും നമുക്ക് നമ്മുടെ കണ്ണിനോ കൽബിനോ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. കണ്ടു മനസ്സിലാക്കാനോ ചിന്തിച്ചു മനസ്സിലാക്കാനോ പറ്റുന്നതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റാത്ത പൂർണ്ണതയുടെ സൽഗുണങ്ങളുടെ ഉടമയാണ് എന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി പറഞ്ഞ വരികൾ തന്നെ നാം കേൾപ്പിക്കുകയുണ്ടായി. ഇത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു സത്യവുമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ ഖസീദത്തുൽ ബുർദ ചർച്ച ചെയ്യുമ്പോൾ ഇമാം ബൂസൈരി പറഞ്ഞ ഈ വരികൾ 160 വരികൾക്ക് അർത്ഥം പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല. എല്ലാ വരികളും കൂടെ ടച്ച് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് ഞാൻ ഒന്നാമത്തെ ദിവസം തന്നെ എന്റെ കൂട്ടുകാരെ ഉണർത്തിയതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് നാളെയും മറ്റന്നാളുമാണ്. ദിവസം കഴിഞ്ഞു. നാളെയും മറ്റന്നാളുമായാൽ നമ്മുടെ ദിവസം അവസാനിച്ചു. അതുകൊണ്ട് ഇന്ന് പരമാവധി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴുന്ന സമയത്ത്, അള്ളാഹുവിന്റെ റസൂല് ജനിച്ചു വീഴുന്ന സമയത്തുണ്ടായ ഒരത്ഭുത സംഭവത്തിലേക്കാണ് യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴുമ്പോൾ സംഭവിച്ച അത്ഭുതകരമായ ഒരു സംഭവം അതെന്തായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന സമയത്ത് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ അത്ഭുത സംഭവങ്ങൾ തുടങ്ങുകയാണ് ബഹുമാനപ്പെട്ട കവി ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യം മുതൽ തുടങ്ങി അവിടെ നിങ്ങോട്ടത് ആരംഭിക്കുകയാണ്. എന്താ തുടക്കം? അബാന മൗലിദുഹു അൻ ത്വീബി ഉൻസുരിഹി
യാ ത്വയ്യിബ മുബ്തദഇൻ മിൻഹു വമുഖ്തതമീ. എന്താണ് യഥാർത്ഥത്തിൽ? ആ പിന്നാലെ വരുന്നവർക്ക് കസേരയില്ല, അതുകൊണ്ട് ഇരിക്കുന്നവരൊന്ന് മുന്നോട്ടിരുന്ന് കൊടുക്കണം. മജ്‌ലിസിന്റെ ഹുർമത്ത് മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിൽ മറ്റുള്ളവർ കടന്നു വരുമ്പോൾ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പഠിപ്പിച്ചതാണ്. ഹബീബിന്റെ മദ്ഹ് പറയുന്ന വേദിയിൽ നിങ്ങൾ ഈ ഒതുങ്ങിക്കൊടുക്കുന്നതിനടക്കം അള്ളാഹുവിന്റെ ഹബീബിനെ അനുസരിക്കുന്നു എന്ന നിയ്യത്തുണ്ടാകുമ്പോൾ ഒരുപാട് പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ്. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയുടെ വിശുദ്ധിയാണ് ആദ്യത്തെ വരിയിലൂടെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ആ പരമ്പരയ്ക്ക് ഇത്രയും വിശുദ്ധിയുണ്ടാവാനുള്ള കാരണമെന്ത് എന്ന് കാരണം ബോധിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുമ്പോഴുണ്ടായ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ വിശദീകരിക്കുന്നതായി കാണാം. ആദ്യമായി ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നത് അബാന മൗലിദുഹു അൻ ത്വയ്യിബി ഉൻസുരിഹി യാ ത്വയ്യിബ മുബ്തദഇൻ മിൻഹു വമുഖ്തതമീ. അബാന മൗലിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, നബി തങ്ങളുടെ ജനനം അനാവരണം ചെയ്തിരിക്കുകയാണ്. അബാന മൗലിദുഹു അൻ ത്വയ്യിബി ഉൻസുരിഹി, നബി തങ്ങളുടെ വംശമഹിമയെ, നബി തങ്ങളുടെ ഉൻസുർ, നബി തങ്ങളുടെ വംശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര അതെത്രമാത്രം പരിശുദ്ധിയുണ്ട് എന്ന്, അതിന്റെ ത്വയ്ബ്, അതിന്റെ പരിശുദ്ധിയെ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മസമയം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അത് അനാവരണം ചെയ്യുന്നു. അബാന മൗലിദുഹു അൻ ത്വയ്യിബി ഉൻസുരിഹി യാ ത്വയ്യിബ മുബ്തദഇൻ മിൻഹു വമുഖ്തതമീ. യാ ത്വയ്യിബ മുബ്തദഇൻ മിൻഹു, ഹബീബിന് എത്ര നല്ല തുടക്കമാണ് ഹബീബിന്റേത്. വമുഖ്തതമീ, എത്ര നല്ല ഒടുക്കം. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരുടെ കഴിവ്, ഇമാം ബൂസീരിയുടെ കഴിവ് നമുക്ക് മനസ്സിലാകുന്ന വരികളാണ് ഇതൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം തൊട്ട് അബ്ദുള്ളയാകുന്ന ഉപ്പ വരെ, ആദം നബി അലൈഹിസ്സലാം അബ്ദുള്ള റളിയല്ലാഹു അൻഹു വരെയുള്ള ആ ഉപ്പ വരെ നീണ്ടു നിൽക്കുന്ന വലിയ പരമ്പരയുടെ മഹിമയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അബാന മൗലിദുഹു അൻ ത്വയ്യിബി ഉൻസുരിഹി, തന്റെ വംശമഹിമ, തന്റെ ജനനം അനാവരണം ചെയ്യുകയാണ്, അനാവരണം ചെയ്തിരിക്കുന്നു. യാ ത്വയ്യിബ മുബ്തദഇൻ മിൻഹു വമുഖ്തതമീ, എത്ര നല്ല തുടക്കം, എത്ര നല്ല ഒടുക്കം. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, തുടക്കം എവിടെ നിന്നാ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ ആദം നബി അലൈഹിസ്സലാം തൊട്ട് തുടങ്ങി വരുന്ന തന്റെ ആ പരമ്പരയിൽ എവിടെയെങ്കിലും ഒരു കുഴപ്പം, ആദം നബിയാണല്ലോ മനുഷ്യലോകത്തിന്റെ തുടക്കം. അന്ന് തന്നെ ആദം നബി അലൈഹിസ്സലാമിന്, ആദം നബി അലൈഹിസ്സലാമിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറ് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ നൂറ് പരിശുദ്ധരിലേക്ക് മാത്രം ഇങ്ങനെ കൈമാറി വരികയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധരിലൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്, പരിശുദ്ധരിലൂടെ മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും എന്ന ആയത്തിൽ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സ്വന്തം വർഗത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നു. നമ്മൾ ഇന്നലെയും നമുക്ക് അത് ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ ചില മഹാന്മാര്, ചില പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ ഓതിയതനുസരിച്ച്, ചില ഖിറാഅത്തനുസരിച്ച് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും എന്നോതിയ മഹാന്മാരുണ്ട്.
ലഖദ് ജാഅകും റസൂലും മിൻ അൻഫസികും എന്നും ഇവിടെ ഒരു ഖിറാഅത്തുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തായി? നിങ്ങളിൽ ഉത്തമരിൽ നിന്നാണ്, മനുഷ്യവർഗമേ നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഉത്തമരിൽ നിന്ന്, ഏറ്റവും കൂടുതൽ നിലവാരമുള്ളവരിൽ നിന്നാണ് നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിരിക്കുന്നത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫസികും എന്ന ഖിറാഅത്ത് അനുസരിച്ച് അതിന്റെ അർത്ഥതലം ഒന്നും കൂടെ ഉയരുകയാണ്. ഏതാവട്ടെ, അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചിടത്തോളം ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ, ആദം നബി അലൈഹിസ്സലാം തൊട്ട് അബ്ദുള്ള വരെയുള്ള ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ പിതാവ് വരെയുള്ള ആ പരമ്പര പരിശോധിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഒരാളുപോലും നിങ്ങൾക്ക് ജാഹിലിയ്യ കാലത്തെ ചാബല്യങ്ങൾക്ക് അടിമപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു സഹാബി പറഞ്ഞു, ഞാനിത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയെക്കുറിച്ച് ഒരു പഠനം നടത്തി. ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാനൊരു പഠനം നടത്തി. വളരെ കഷ്ടപ്പെട്ട് ആധികാരികമായ ഒരു പഠനം നടത്തിയപ്പോൾ റസൂലുള്ളാഹിയുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും 500ഓളം പിതാമഹന്മാരെയും പിതാമഹികളെയും ഞാൻ പഠിച്ചു. അവരിൽ ആരിലും ജാഹിലിയ്യ കാലത്തെ ഒരു തരത്തിലുള്ള വേണ്ടാത്തരവും അവരെയൊന്നും തൊട്ടുതീണ്ടിയിട്ടില്ല, ചാബല്യങ്ങൾ അവരെ പിടികൂടിയിട്ടില്ലെന്ന് കണ്ടെത്തിയപ്പോൾ പിന്നെ എന്റെ അന്വേഷണം ഞാൻ അവിടെ നിർത്തിവെച്ചു. ഇനി അതുവരെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇതാണ് നബിയേ, നറാ തഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിലായി, സാഷ്ടാംഗം ചെയ്യുന്നവരിലായി നിങ്ങൾ മറിയുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു നബിയെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? സുജൂദ് ചെയ്യുന്നവരിൽ നിങ്ങൾ മറിഞ്ഞു കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതൽ വന്ന നിങ്ങൾ ആരുടെയൊക്കെ മുതുകുകളിൽ ജീവിച്ചിട്ടുണ്ടോ, ആദം നബി തൊട്ട് നിങ്ങൾ ഏതൊരു മുതുകിലാണോ ജീവിച്ചത്, നിങ്ങളുടെ പിതാമഹന്മാർ, നിങ്ങളുടെ പിതാമഹികൾ, ഇവരില്ലേ, ഇവരൊക്കെ സാഷ്ടാംഗം ചെയ്തവരാണ് നബിയേ, ഇവരൊക്കെ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ് നബിയേ. എന്നിട്ടാണ് നമ്മുടെ കൂട്ടത്തിൽ ചിലർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും ഉപ്പയും കാഫിറാണെന്ന് പറഞ്ഞു അത് തെളിയിക്കാൻ വേണ്ടി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ കൂട്ടുകാർ ചിന്തിക്കണം. എന്തു ലാഭമുണ്ട് ഇവർക്ക് ഇതുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും ഉപ്പയും കാഫിറാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇവർക്ക് എന്ത് ലാഭം കിട്ടാനുണ്ട്? വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ബീവി ആമിന റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ഉമ്മയെക്കുറിച്ച്, ഉമ്മയുടെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടെങ്കിൽ ഉപ്പാന്റെ പേരിൽ എന്തായാലും പറയണം. പക്ഷെ നമ്മൾ സാധാരണ ആമിന എന്ന് പറയുമ്പോഴേ റളിയല്ലാഹു അൻഹ പറയാറുള്ളൂ. പരമ്പരാഗതമായി പരിശോധിക്കുമ്പോൾ ഉപ്പക്കാണ് കൂടുതൽ സ്ഥാനം. ഉപ്പയുടെ പേര് പറയുമ്പോൾ എന്തായാലും ഇത് പറഞ്ഞു കൊള്ളണം. അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ആമിന റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമുക്കിത് പറയാൻ ഒരു വിഷമവും കരുതേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര ഇത്രയും വിശുദ്ധമാണ്. ഇനി അവിടെ സാധാരണഗതിയിൽ സാധാരണക്കാരെ കൺഫ്യൂഷനാക്കുന്ന പല കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതിലേക്ക് ഇപ്പോൾ തൽക്കാലം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കടന്നു വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സമയം നഷ്ടപ്പെടും. നമ്മൾ ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മയും ഉപ്പയും കാഫിറാണെന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു നേട്ടവും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് ചീത്തപ്പേരല്ലാതെ ഒരു ഗുണം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് മോമിനീങ്ങളാണെന്ന് പറഞ്ഞവരുടെ പക്ഷത്ത് നിൽക്കലാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. അതാണ് ബുദ്ധിയുള്ളവർ, തലച്ചോറുള്ളവർ ചെയ്യേണ്ടത് എന്ന് ചുരുക്കി അതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാ ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി അതാ പറഞ്ഞു, എത്ര നല്ല തുടക്കം, എത്ര നല്ല ഒടുക്കം. യാ ത്വീബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമീ, എത്ര നല്ല തുടക്കവും ഒടുക്കവുമാണ്. അഥവാ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമും അബ്ദുള്ളയും അതിനിടയിലുള്ള എല്ലാവരും പെട്ടു. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനാണെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുക്കെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ രൂപത്തിൽ തുടക്കവും ഒടുക്കവും എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയിലുള്ള മാതാപിതാക്കളെ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എത്ര വിശുദ്ധമാണ് അവിടത്തെ വംശമഹിമ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഇതിനെക്കുറിച്ച് പറയുമ്പം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ
കടഞ്ഞ് തെരഞ്ഞെടുത്ത ആളാണ്. എന്റെ പരമ്പരയെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം. എന്റെ പരമ്പര ആദം നബി അലൈഹിസ്സലാം തൊട്ട് വളരെ വിശുദ്ധമായ പരമ്പരയാണ് എനിക്കുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറെ ഇങ്ങ് പോന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊന്നോമന പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ആ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിലാണല്ലോ ഹബീബ് ജനിക്കുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണല്ലോ ഹബീബ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പവർ ഒരിക്കൽ അവതരിപ്പിക്കുകയുണ്ടായി. അൻ വാസിലത ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു ഖാൽ, വാസിലത ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്തഫാ മിൻ വുൽദി ഇബ്രാഹീം, ഇന്നല്ലാഹ അസ്തഫാ മിൻ വുൽദി ഇബ്രാഹീം ഇസ്മായിൽ. അല്ലാഹു തആല ഇബ്രാഹിം നബിയുടെ മക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്മായിൽ നബിയെ തെരഞ്ഞെടുത്തു. ഇസ്മായിൽ നബിയെ ഇസ്ഹാഖ് നബിയെക്കാൾ അല്ലാഹു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് സ്ഥാനം കൊടുത്തു. അറിവിന് വിധേയമാക്കപ്പെട്ട കുട്ടി എന്ന നിലക്ക്, പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട കുട്ടി എന്ന നിലക്ക്, ഉപ്പക്ക് ആദ്യമായി കൊടുത്ത കുട്ടി എന്ന നിലക്ക്, ഉപ്പയുടെ സ്നേഹം കൂടുതൽ കിട്ടിയ കുട്ടി എന്ന നിലക്ക് എന്നല്ല, അവസാനത്തെ പ്രവാചകരായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി കിടക്കുന്നത് ഇസ്മായിൽ നബിയുടെ മുതുകിലാണെന്ന കാരണം കൊണ്ട് ഇബ്രാഹിം നബിയിൽ നിന്ന് പിന്നെ ആ നൂറ് പോയത് ഇസ്മായിൽ എന്ന കുഞ്ഞിലേക്കാണ്. ആ കുഞ്ഞിലൂടെയാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ പലപ്പോഴും അറിവിന് വിധേയമാക്കപ്പെട്ട കുട്ടി ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമാണെന്ന് പറയാറുണ്ട്. ഇങ്ങനെ പലപ്പോഴും പറഞ്ഞു പറ്റിക്കാറുണ്ട്. അതൊക്കെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്ത് സമർത്ഥിക്കേണ്ടതാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്നെയാണ് അറിവിന് വിധേയമാക്കപ്പെട്ടത് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്നെയാണെന്നാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഒരിക്കലും ആവാൻ പാടില്ല. കാരണം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ മനഃപൂർവ്വം എന്തിന് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു തിരിമറി കടത്തിക്കൂട്ടി എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഇങ്ങനെ ഇസ്രായേലിയാത്ത് മുമ്പ് കടന്നു വന്നു എന്ന് ചോദിച്ചാൽ, അതിന്റെ പ്രധാന കാരണം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലൂടെയാണ് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം വരുന്നത്. അതിനാൽ അവരുടെ പ്രവാചകനെ ഉന്നതനാക്കാനുള്ള ശ്രമമാണ്. എങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലൂടെയാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ മക്കളുടെ കൂട്ടത്തിൽ ഇസ്മായിൽ നബിയെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ വുൽദി ഇസ്മാഈല ബനി കിനാന, ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്നും ബനൂ കിനാന ഗോത്രത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി കിനാനത ഖുറൈശ, ബനൂ കിനാന കുടുംബത്തിൽ നിന്നും ഖുറൈശി ഗോത്രത്തെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശ് ഗോത്രത്തിൽ നിന്ന് ബനൂ ഹാഷിം വംശത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു. റസൂലുള്ളാഹി തങ്ങളുടെ വംശം ഹാഷിമിയാണ്. ബനൂ ഹാഷിം കുടുംബത്തെ, ആ വംശത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനൂ ഹാഷിമിന്റെ കൂട്ടത്തിൽ നിന്ന് എന്നെ അല്ലാഹു തെരഞ്ഞെടുത്തു. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ അത്യുന്നതനായി അള്ളാഹു എന്നെ തെരഞ്ഞെടുക്കുകയുണ്ടായി. കടഞ്ഞ് തെരഞ്ഞെടുത്ത ഒരാളാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. കടഞ്ഞെടുത്ത വ്യക്തിയാണ്, ഒരു പോരായ്മയുമില്ല. ഇതുകൊണ്ടാണ് നമ്മൾ മൗലിദ് കിതാബിലുള്ള എല്ലാ സംഗതികളും ഹദീസ് കൊണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണ്. ദലായിലുൻ നുബുവ പോലെയുള്ള കിതാബുകൾ വെച്ചാൽ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളിൽ ഒരൊറ്റ കുട്ടിയും വ്യഭിചാരം പോലോത്ത വേണ്ടാത്തരത്തിൽ ചെന്നു വീണിട്ടില്ലെന്ന് മൗലിദ് കിതാബുകളിൽ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഹദീസുകളിൽ അത് പച്ചയായി പറയുന്നുണ്ട്. ചിലർക്ക് ഇതൊക്കെ കെട്ടുകഥകളാണ്. അബാന മൗലിദുഹു അൻ ത്വയ്യിബിൻ സുരിഹി യാ ത്വയ്യിബ മുബ്തദഇൻ മിൻഹു വമുഖ്തതമി യൗമുൻ തഫറസ ഫീഹിൽ ഫുർസു അന്നഹും ഖദ് ഉൻദിറു ബിഹുലൂലിൽ ബുഅ്സി വന്നിഖമി. യൗമുൻ തഫറസ ഫീഹിൽ ഫുർസു, ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച, മൗലിദുഹു റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ദിവസമില്ലേ, അത് യൗമുൻ ഒരു ദിവസമാണ്. തഫറസ ഫീഹിൽ ഫുർസ്, പേർഷ്യക്കാര് അന്ന് ശകുനം നോക്കി മനസ്സിലാക്കി.
ശകുനം നോക്കി, ലക്ഷണം നോക്കിയിട്ട് അവർ മനസ്സിലാക്കി എന്ത്? അന്നഹും ഖദ് ഉൻദിറൂ ബിഹുലൂലിൽ ബുഅ്സി വന്നിഖമി. അന്നഹും തീർച്ചയായിട്ടും പേർഷ്യക്കാർ, ഉൻദിറൂ അവര് താക്കീത് നൽകപ്പെട്ടവരാണ്, മുന്നറിയിപ്പ് നൽകപ്പെട്ടവരാണ്. ബിഹുലൂലിൽ ബുഅ്സി വന്നിഖമി, പ്രയാസങ്ങളും അപകടങ്ങളും ഇതാ പേർഷ്യക്കാർക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് നൽകപ്പെട്ടു കഴിഞ്ഞു എന്ന് പേർഷ്യക്കാർ ഹബീബിന്റെ ജന്മസമയത്ത് അത് ശകുനം നോക്കി മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തില് യൗമുൻ തഫറസ ഫീഹിൽ ഫുർസു അന്നഹും ഖദ് ഉൻദിറൂ ബിഹുലൂലിൽ ബഅ്സി വന്നിഖമി. അതെങ്ങനെയാ മനസ്സിലായത്? പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ ആരാലും തകർക്കപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഭദ്രമായ സാമ്രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. എങ്കിൽ ഇത് തകരും, നമുക്കിനി ദുരന്തങ്ങളുടെ നാളുകളാണ്, നമുക്ക് പ്രയാസങ്ങളുടെ നാളുകളാണ്, നമുക്ക് പ്രതിസന്ധികളുടെ നാളുകളാണ് എന്ന് ഈ കുട്ടി ജനിച്ച അന്നു തന്നെ അവർ ലക്ഷണം നോക്കി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആര്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ മനസ്സിലായത്? റസൂലുള്ള ജനിച്ചപ്പോഴേക്ക് എങ്ങനെ അത് മനസ്സിലായി? ആദ്യം അതവിടെ പറഞ്ഞു വെച്ചു. പേർഷ്യക്കാർക്ക് ദാ ഞങ്ങൾക്ക് അദാബ് വരാനിരിക്കുന്നു. അവർ ലോക പോലീസായിരുന്നു അന്നത്തെ പേർഷ്യക്കാർ. എന്നാൽ ഇന്ന് അമേരിക്ക ലോക പോലീസ് ചമയുന്നുവെങ്കിൽ അന്ന് ലോക പോലീസ് ചമയുന്ന കൂട്ടരാണിവർ. ഇവർക്ക് തകർച്ച വരുന്നു എന്നതിന്റെ സൂചന റസൂലുള്ളാഹിന്റെ ജന്മത്തോടെ ഇവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞതിന്റെ കാരണങ്ങളാണ്. അത് തെളിവ് സഹിതം സ്ഥിരീകരിക്കുകയാണ് മഹാനായ കവി തുടർന്നുള്ള വരികളിൽ. വബാത ഈവാനു കിസ്റാ വഹുവ മുൻസദിഉൻ കശംലി അസ്ഹാബി കിസ്റാ ഗൈരി മുൽതഇമി. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണപ്പോൾ കിസ്റാ കൊട്ടാരം വിണ്ടു. വബാത ഈവാനു കിസ്റാ വഹുവ മുൻസദിഉ. കിസ്റാ കോട്ട, കിസ്റാ രാജാവിന്റെ കൊട്ടാരം, ആ കൊട്ടാരം രാത്രി സമയത്ത് വഹുവ മുൻസദിഉ, അത് വിള്ളൽ വീണുപോയി. ആ കൊട്ടാരത്തിന് എത്രയോ വർഷങ്ങളെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ കിസ്റാ രാജാവിന്റെ കൊട്ടാരം പണിതത്. പേർഷ്യൻ രാജാവായ ആര് വരുന്നോ അവരുടെ ഓമനപ്പേരാണ് കിസ്റ. പേർഷ്യൻ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരായിരുന്നു കിസ്റ. അപ്പോൾ കിസ്റ രാജാവിന്റെ കോട്ട അതാ വിള്ളൽ വീണു, കൊട്ടാരത്തിന് വിള്ളൽ വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തോടനുബന്ധിച്ച് നമ്മൾ മദ്രസയിൽ നിന്ന് ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. കിസ്റ കൊട്ടാരം തകർന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചരിത്രപരമായി തകർന്നു, പൂർണ്ണമായി തകർന്നു എന്ന് പറയാൻ വയ്യ. വിള്ളൽ വീഴുകയാണത്രേ ചെയ്തത്. കാരണം ഒരു ശക്തിക്കും തകർക്കാനാവാത്ത വിധം ശാസ്ത്രീയമായി തയ്യാറ് ചെയ്തതായിരുന്നു. എത്ര വർഷം? 20 വർഷം കൊണ്ടായിരുന്നു കിസ്റയുടെ കൊട്ടാരം നിർമ്മിച്ചത്. 20 വർഷത്തെ ഒരുക്കത്തോടെ വളരെ ശാസ്ത്രീയമായ ഒരുക്കങ്ങളോ ശാസ്ത്രീയമായ പദ്ധതികളിലൂടെ ശാസ്ത്രീയമായ നിലക്ക് ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത രൂപത്തിൽ ആരക്രമിക്കാൻ വരുന്നോ അതൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയത്ത് ഒരാളുടെ അക്രമവും ഇങ്ങോട്ടേൽക്കാത്ത രൂപത്തിൽ ഭദ്രമായ നിലക്ക് കിസ്റയുടെ കൊട്ടാരം പണിതു തീർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ലോകത്തൊരു കക്ഷിക്കും പിടിക്കാൻ കിട്ടില്ല എന്ന ആ ആത്മവിശ്വാസത്തിലായിരുന്നു പേർഷ്യക്കാരുണ്ടായിരുന്നത്. അന്നാണ് ഹബീബ് മക്കയിൽ അങ്ങ് ജനിച്ചു വീണപ്പോ അവരുടെ ഈ വലിയ കൊട്ടാരമില്ലേ, ആ കൊട്ടാരത്തിൽ അതാ വിള്ളൽ വീഴുന്നു. നിലം പരിശായിട്ടില്ല, നിലം പതിച്ചിട്ടില്ല കൊട്ടാരം. എന്തുകൊണ്ട്? പാഠം പഠിപ്പിക്കാൻ സൂചന മതി. സമജ്ദാർക്ക് ലിയേ ഇശാറ കാഫി ഹേ, ബുദ്ധിയുള്ളവർക്ക് സൂചന മതി. തലച്ചോറുള്ളവർക്ക് സൂചന കാണിച്ചു കൊടുത്താൽ തന്നെ അതുകൊണ്ട് അവർ പഠിക്കും. പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇവരുടെ കൊട്ടാരത്തിന് വിള്ളൽ വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ഇവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ബുർദയുടെ ഈരടികളിൽ അത് ചേർക്കുകയാണ്. ആ പിളർപ്പോടുകൂടെ ചരിത്ര പ്രസിദ്ധമായ ഈ കൊട്ടാരത്തിന്റെ 22 കുബ്ബകൾ ഉണ്ടായിരുന്നു. ഈ കൊട്ടാരത്തിന്
ആ 22 കുബ്ബകളിൽ 14 പകുതിയിലധികം 14 ഉടനെ തന്നെ ആ വിള്ളലോടുകൂടെ തകർന്നടിയുകയും ചെയ്തു. ഇതായിരിക്കും കിസ്ര കൊട്ടാരം തകർന്നു എന്ന അഭിപ്രായക്കാർ പറയുന്നത്. അല്ല, വിണ്ടു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തകർന്നിട്ടില്ലെന്ന അർത്ഥത്തിനാണ്. വിള്ളൽ വീണു, പാഠം പഠിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് അപ്പോ പേർഷ്യക്കാര് ഞങ്ങൾക്കെന്തോ വലിയ ഒരു ദുരന്തം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് ഇവരുടെ ഈ വലിയ കൊട്ടാരത്തിന് സ്വമേധയാ വിള്ളൽ വീണപ്പോഴാണ്. ഈ കഥ അന്നവരെന്തു സംഭവിച്ചാലും ചെന്ന് ചോദിക്കുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു, സതീഹ് എന്ന് പറയുന്ന പുരോഹിതൻ. ആ പുരോഹിതന്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു, ഞങ്ങളുടെ കൊട്ടാരം ഇങ്ങനെ തകർന്നിരിക്കുന്നു, ഇതേക്കുറിച്ച് നിങ്ങൾക്കെന്ത് പറയാനുണ്ട്? പുരോഹിതൻ പറഞ്ഞു, തീർച്ചയായും തകർന്ന കുബ്ബകളുടെ എണ്ണം കണ്ട് രാജാക്കന്മാരും രാജ്ഞികളും കൊല്ലപ്പെടും, മരിച്ചുപോകും, നാശം വരും എന്നല്ല, നമ്മുടെ ഈ സമൂഹം തന്നെ ആകെ ചിന്നിച്ചിതറാൻ പോവുകയാണ്. കണ്ടോ നിങ്ങൾ, അത് തന്നെയാണ് ബഹുമാനപ്പെട്ടവരും ഇവിടെ പറയുന്നത്. കിസ്ര രാജാവിന്റെ കൊട്ടാരം വിള്ളൽ ബാധിച്ചു. രാത്രി സമയത്ത് അതിന് വിള്ളൽ ബാധിച്ചു. കിസ്റയുടെ സൈന്യം പൊട്ടിപ്പിളർന്നതുപോലെ, കിസ്ര രാജാവിന്റെ സൈന്യങ്ങള് ചിന്നിച്ചിതറിപ്പോയതുപോലെ, അതുവരെ ഒരുമയോട് ഐക്യത്തോടെ ആര് ഭിന്നിച്ചാലും അവർക്കെന്നും ഒരൈക്യമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ ഐക്യവും കെട്ടുറപ്പുമുള്ള വലിയ സൈന്യം അതിലിഷ്ടം പോലെ ഗ്രൂപ്പുകളും പാർട്ടികളുമായി ചിന്നി ചിതറിപ്പോയി. ഇതാണ് കശംലിയ സുഹാബി കിസ്റ. കിസ്ര സൈന്യം ചിന്നിച്ചിതറിയതുപോലെ ഗൈരി മുൽതഇമീ, ഇനി ഒരിക്കലും വിദ്വേഷങ്ങൾ മറന്ന് ഒരുമിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ, ഗൈരി മുൽതഇമീ, ഇനിയൊന്ന് ഒരുമിച്ച് കൂട്ടാൻ പറ്റാത്ത രൂപത്തിൽ അവർ ചിന്നിച്ചിതറിപ്പോയി. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനത്തോടുകൂടെ തുടക്കം കുറിച്ച കാര്യങ്ങളാണ്. ഇതങ്ങനെ തന്നെ ബഹുമാനപ്പെട്ടവർ തന്റെ ഈരടികളിൽ കൊണ്ടുവന്നതാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞു, പേർഷ്യക്കാരുടെ കൊട്ടാരം തകർന്നതൊന്ന്, സൈന്യം ചിന്നിച്ചിതറിയതൊന്നു കഴിഞ്ഞില്ല. ഇനി സംഭവിച്ച അത്ഭുതം. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ വല്ലാത്ത ഒരു മനുഷ്യനാണെന്ന് പറയുന്നത്. പിന്നെയുള്ളതെന്താ? വന്നാറു ഖാമിദത്തുൽ അംഫാസി മിൻ നസഫി അലൈഹി വന്നഹുറു സാഹിൽ ഐനി മിൻ സദമി. വന്നാറു ഖാമിദത്തുൽ അംഫാസ്. വന്നാർ, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന, ആയിരക്കണക്കിന് വർഷത്തോളം പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീക്കുണ്ടം അത് കെട്ടുപോയി. പേർഷ്യക്കാരാരാധിച്ചിരുന്ന തീക്കുണ്ടം കെട്ടുപോയി, അഗ്നിക്കൂടാരം കെട്ടുപോയി എന്ന് ഇതും നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. ഇതൊക്കെ കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞതുമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനമായി ഒന്ന് പറയാം, കാരണം ഓരോന്നും ഉദ്ധരണികൾ വായിക്കാൻ സമയമില്ല. എവിടെയൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ ചരിത്ര കിതാബുകളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ ചരിത്രം എഴുതി വെച്ചിടത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, 1000-ഓളം വർഷങ്ങളായി പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീക്കുണ്ടമാണ് അണഞ്ഞുപോയത്. 24 മണിക്കൂറും അത് കത്തുകയായിരുന്നു. അതിന്റെ പരിപാലനത്തിനായി ആയിരക്കണക്കിന് തൊഴിലാളികളെ നിയമിച്ചിരുന്നു. ഏത്? ഈ വലിയ തീക്കുണ്ടാരം കത്തിക്കാൻ വേണ്ടിയിട്ട്. അത് അണഞ്ഞു പോകാതിരിക്കാൻ വിറകങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ, എണ്ണ ഒഴിച്ചു കൊടുക്കാൻ, കത്തിച്ചു കൊടുക്കാൻ, അതിന്റെ പരിപാലനത്തിനായി ആയിരക്കണക്കിന് ആളുകള് എന്നല്ല 10,000-കണക്കിന് ഭക്തജനങ്ങളുടെ പ്രവാഹം ആ തീക്കുണ്ടാരത്തിന്റെ അടുത്തേക്ക് എന്നുമുണ്ട്. അതൊരു വലിയ ആരാധനാ കേന്ദ്രമായിരുന്നു. എന്നിട്ട് അതിനെ വന്ന്, ഈ തീയിനെ വന്ന് ആരാധിക്കുന്ന ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടായിരുന്നു പേർഷ്യയില്. പേർഷ്യക്കാർ തീയാരാധകരായിരുന്നു, മജൂസികളായിരുന്നു. ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തോടുകൂടെ പതനം തുടങ്ങുകയാണ്. എങ്ങനെയാ തുടങ്ങിയത്? ആദ്യം ഇവർ ഇക്കോലത്തിൽ ആറ്റുനോറ്റ് പോറ്റി വളർത്തുന്ന ഈ തീക്കുണ്ടാരം ആയിരക്കണക്കിന് ആളുകളെ കൂലിക്ക് വെച്ച് പരിപാലിച്ച് കൊണ്ടുവരുന്ന ഈ തീക്കുണ്ടാരം റസൂലുള്ളാഹി തങ്ങൾ അങ്ങ് ജനിച്ചു വീണപ്പോൾ ഒറ്റയടിക്ക് അത് കെട്ടുപോയി. ഇടമുറിയാത്ത ഭക്തജനങ്ങളുടെ പ്രവാഹമുള്ള ഈ തീക്കുണ്ടാരം ഒറ്റയടിക്ക് അങ്ങ് കെട്ടുപോയി. ആ തീ കാണാനില്ല, എന്തു പറ്റി ആർക്കും അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു വീണതാണ്. വന്നാറു ഖാമിദത്തുൽ അൻഫാസി മിൻ നസഫി, തീയ് ഖാമിദത്തുൽ അൻഫാസി, അതിന്റെ ശ്വാസങ്ങൾ അണഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ തീ ജ്വാലകൾ, തീ കത്തിപ്പൊങ്ങുന്നതിന് തീ നാളങ്ങളെ കുറിച്ചായി പറഞ്ഞ് ഖാമിദത്തുൽ അൻഫാസ്,
തീയിന്റെ പൊങ്ങുന്ന നാളങ്ങൾ അണഞ്ഞുപോയി. മിന്നസഫിൻ അലൈഹി, കിസ്റയുടെ കൊട്ടാരം തകർന്ന ദുഃഖത്താൽ. മിന്നസഫിൻ അലൈഹി, അല്ലെങ്കിൽ മഹാന്മാരിൽ പലരും ഇത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു മിന്നസഫിൻ അലൈഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള ദുഃഖത്താൽ. നബി വന്നുപോയത് ഇതാ ഈ തീ ഈ കോലത്തിൽ കത്തിക്കപ്പെടുന്നതിന് ഇനി തടസ്സമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് അതിൽ ഖേദിച്ച് തീ അണഞ്ഞുപോയി. സ്വാഭാവികമായി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തോടനുബന്ധിച്ച് തീ എന്തിന് ദുഃഖിച്ചു? തീയ് അതിൽ ദുഃഖം രേഖപ്പെടുത്തി അണഞ്ഞുപോയി. ലോകത്തുള്ള സർവ്വ ജന്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു എന്നല്ലേ? എല്ലാ വസ്തുക്കളും, ജന്തുക്കളെന്നല്ല എല്ലാ വസ്തുക്കളും ഇമ്മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി എന്നല്ലേ? അല്ലാഹുവിനെ ഹംദും തസ്ബീഹും ചൊല്ലാത്ത ഒരു വസ്തുവും ഈ ലോകത്തില്ല. പക്ഷേ വലാ തഫ്ഖഹൂന തസ്ബീഹഹും, ആ വസ്തുക്കളുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ തീക്കുണ്ടാരത്തെ ആരാധിക്കുന്ന ചുറ്റുപാട് അസ്തമിക്കുമ്പോൾ ഇവർ ആഹ്ലാദിക്കുകയല്ലേ വേണ്ടത്? പിന്നെന്തേ ഇങ്ങനെ സംഭവിച്ചു പോയത്? ഏതാവട്ടെ, അത് പറഞ്ഞു വരാം. നമുക്ക് ആ സംശയങ്ങളും അതിന്റെ മറുപടിയൊക്കെ നമുക്ക് പറയാം. അതിന്റെ മുമ്പ് ആ ബൈത്തിന്റെ അർത്ഥം ഒന്ന് പറയാം. തീയിന്റെ നാളങ്ങൾ അണഞ്ഞുപോയി, തീനാളങ്ങൾ അണഞ്ഞുപോയി. വന്നഹുറു സാഹിൽ ഐനി മിൻ സദമി, വന്നഹുറു നദി, യൂഫ്രട്ടീസ് നദി, സാഹിൽ ഐനി അത് ഒഴുകാൻ മറന്നുപോയി. ഒഴുക്ക് നിലച്ചുപോയി. അതിന്റെ യൂഫ്രട്ടീസ് നദിയുടെ ഒഴുക്ക് നിലച്ചു. മിൻ സദമി, ഖേദം കൊണ്ട്, ഖേദത്താൽ, ദുഃഖത്താൽ ഒഴുക്ക് പോലും നിലച്ചുപോയി യൂഫ്രട്ടീസ് നദിയുടെ. ഇവർക്കുണ്ടായിരുന്ന ഒരാശ്രയമായിരുന്നു ഈ യൂഫ്രട്ടീസ് നദി. അത് ആകെ അത് പെട്ടെന്ന് അതിന്റെ ഒഴുക്ക് നിലച്ച് സമാവാ പ്രദേശത്തേക്ക് മുഴുവൻ വെള്ളം കയറി. അത് മുഴുവനും വെള്ളത്തിൽ മുങ്ങി ജലപ്രളയമാകെ പരന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. തീയിനും അതുപോലെ വെള്ളത്തിനുമൊക്കെ അതിൻ്റെതായ ഒരു സ്വച്ഛമായ പ്രകൃതിയുണ്ട്. അതെന്താ? ഒഴുകുക, കത്തുക, തീ കത്തുക, അതുപോലെ വെള്ളം ഒഴുകുക. ഇതില്ലാതെയായപ്പോഴാണ് അതിനെ ഒരു ഖേദവും ദുഃഖവുമായി, തീയിന്റെ ഖേദവും ദുഃഖവുമായി. ഞങ്ങളുടെ പ്രകൃതിക്ക് കോട്ടം തട്ടിച്ചത് ആരാണെന്ന നിലക്ക്, സ്വച്ഛപ്രകൃതിക്ക് കോട്ടം തട്ടിച്ചത് ആരാണെന്ന നിലക്ക് ഖേദിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ. തീ ഖേദിച്ചു, തീ ദുഃഖിച്ചു എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. അല്ലാതെ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. തീയൊരിക്കലും തീയിനെ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തീയിനെ ആരാധിക്കാൻ തീയൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. വെള്ളം ഇഷ്ടപ്പെടുന്നില്ല, കല്ലുകൾ ഇഷ്ടപ്പെടുന്നില്ല, മരങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് ഇവിടെ ദുഃഖം രേഖപ്പെടുത്തി എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമായി ബഹുമാനപ്പെട്ട ഇമാം പറഞ്ഞതാണ്, ഇമാം ബുസീരി പറഞ്ഞതാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ ദുഃഖം രേഖപ്പെടുത്തി എന്നല്ല. ഇങ്ങനെ സാവാ തടാകം പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂഫ്രട്ടീസ് നദിയുടെ ഒഴുക്ക് നിലച്ചിട്ടുണ്ട്. അതേ രൂപത്തിൽ കിസ്റാ കൊട്ടാരം കൊട്ടാരത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ അവക്കുണ്ടായ എന്ന് പറഞ്ഞാൽ അവയെ ഈ രൂപത്തിൽ അവക്ക് അപകടം തട്ടിച്ചത് അവരെ ആക്രമിക്കാൻ വേണ്ടിയല്ല, അവരെ ആറ്റുനോറ്റ് നോക്കിപ്പോറ്റുന്ന ഇവർക്ക് ഒരു വലിയ ആഘാതം എന്ന നിലക്കാണ്. പേർഷ്യക്കാർക്ക്, ഈ തീയാരാധകർക്ക്, ഈ നാട്ടുകാർക്ക് ഏറ്റവും വലിയ പരീക്ഷണമായിട്ടാണ് ഇതൊക്കെ സംഭവിപ്പിച്ചത്. അല്ലാതെ നാളെ അള്ളാഹു നരകത്തിലിട്ട് കല്ലുകളെ കത്തിക്കുന്നത് കല്ലുകളോടുള്ള വിദ്വേഷം കൊണ്ടല്ല. നരകത്തിൽ കത്തിക്കുന്നത് കല്ലും മനുഷ്യരുമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം കല്ലുകളോട് വിദ്വേഷമുള്ളത് കൊണ്ട്, ദേഷ്യമുള്ളത് കൊണ്ട് കല്ലുകളെ വേദനിപ്പിക്കുന്നു എന്നൊരിക്കലും അതിനർത്ഥമില്ല. മറിച്ച് അതിന്റെ അർത്ഥം എന്താ? ഈ കല്ലുകളെ ആരാധിച്ചവരെ വിഷമിപ്പിക്കുക എന്ന അടിസ്ഥാനത്തിലാണ്. ജനങ്ങളെ വിഷമിപ്പിക്കുക, ആരാധിച്ച ബുദ്ധിയുള്ള വർഗത്തിനെ വിഷമിപ്പിക്കുക എന്ന നിലക്കാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിച്ചത്. കൊട്ടാരത്തോട് അല്ലാഹുവിന് വെറുപ്പില്ല, നദിയോട് അല്ലാഹുവിന് വെറുപ്പില്ല. അത് പിന്നെയോ അതിനാരാധിക്കുന്ന, അതിനെ പരിപാലിക്കുന്ന വർഗത്തോടും ആ ജനങ്ങളോടാണ്, ആ സമുദായത്തോടാണ് അല്ലാഹുവിന് വെറുപ്പ്. ആ വെറുപ്പ് അല്ലാഹു ശരിക്ക് അവരിൽ പ്രതിഫലിപ്പിക്കുകയാണ്. അല്ലാഹുവിനുള്ള കഠിനമായ വെറുപ്പ് ആ സമൂഹത്തിൽ അല്ലാഹു പ്രതിഫലിപ്പിക്കുന്നു. വന്നാറു ഖാമിദത്തുൻ അൻഫാസി മിൻ നസഫിൻ അലൈഹി വന്നഹുറു സാഹിൽ ഐനി മിൻ സദമി.
وساء سابة غاضت بحيرتها ورد واردها بالغيظ حين ضمي. പിന്നീട് വസാഅ സാവത, സാവ നഗരവാസികളെ ദുഃഖിപ്പിച്ചു, സാവ എന്ന നാട്ടിനെ ദുഃഖിപ്പിച്ചു, സാവ നഗരത്തെ ദുഃഖിപ്പിച്ചു. അൻഗാലത്ത് ബുഹൈറതുഹാ, ആ സാവയിലെ തടാകം വരണ്ടുപോയി എന്നത്, ആ സാവ നാട്ടിലെ തടാകം, സാവ തടാകം വരണ്ടു എന്നത്, ഉണങ്ങിപ്പോയി, വറ്റിപ്പോയി, വരണ്ടുപോയി എന്നത് സാവക്കാരെ മുഴുവനും ദുഃഖിപ്പിച്ചു കളഞ്ഞു. വറുദ്ദ വാരിദുഹാ ബിൽഗൈളി ഹീന ബദീ, വറുദ്ദ വാരിദുഹാ, ആ തടാകത്തിലേക്ക് വന്നവരൊക്കെ തിരിച്ചുപോയി. വറുദ്ദ വാരിദുഹാ ബിൽഗൈളി, കോപാകുലരായി തിരിച്ചുപോയി. ഹീന ബദീ, ദാഹിച്ചു വലഞ്ഞ് തടാകത്തിൽ വെള്ളം കുടിക്കാൻ വേണ്ടി, അവരുടെ മൃഗങ്ങളെയും കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി, മൃഗങ്ങളെ കഴുകാൻ വേണ്ടി സാവാ തടാകത്തിലേക്ക് വന്ന പേർഷ്യയിലെ ജനങ്ങൾ രോഷാകുലരായി തിരിച്ചുപോയി. കാരണം അവരുടെ ഏക ആശ്രയമായിരുന്നു ഈ ജലസംഭരണി. ഈ തടാകത്തില് 10 മൈൽ നീളവും 6 മൈൽ വീതിയുമുള്ള തടാകമായിരുന്നു സാവാ തടാകം. ഇതിൽ കപ്പലോടിയിരുന്നു എന്നാ ചരിത്രം പറയുന്നത്. സാവാ തടാകത്തിൽ കപ്പൽ വരെ ഓടാൻ പറ്റി അത്ര വലിയ തടാകം, അത്രയും വെള്ളം ഉണ്ടായിരുന്നു. 10 മൈൽ നീളം 6 മൈൽ വീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും അതിന്റെ വലിപ്പത്രയാണ്. അത് അള്ളാഹുവിന്റെ റസൂല് ജനിച്ചു വീഴുമ്പോ ആകെ അങ്ങ് വറ്റി വരണ്ടുപോയി. അവരിങ്ങോട്ട് വന്നു നോക്കുമ്പോൾ ഉണങ്ങി വിണ്ടുകീറി കിടക്കുന്ന നിലമാണ്, കറയാണ് കാണുന്നത്. വെള്ളം ഒരു തുള്ളി പോലുമില്ല. ദാഹിച്ചു വലഞ്ഞു വന്ന ജനങ്ങൾ കോപാകുലരായി തിരിച്ചു പോകുന്നത് സ്വാഭാവികമല്ലേ. വറുദ്ദ വാരിദുഹാ ബിൽഗൈളി ഹീന ضمി, ദാഹിച്ചു വലഞ്ഞ് ആ തടാകത്തിലേക്ക് വെള്ളം കോരാൻ വന്നവർ, അവർ കോപത്തോടെ തിരിച്ചയക്കപ്പെട്ടു. അവരെ പറഞ്ഞത് കോപാകുലരായി തിരിച്ചുപോയി. എന്നിട്ട് മഹാനായ കവി അതിനെ വർണ്ണിക്കുകയാണ് പിന്നെയും. ഏതുപോലെ? കഅന്ന ബിന്നാരി മാ ബിൽമാഇ മിൻ ബലലി ഹുസ്നം വബിൽമാഇ മാ ബിന്നാരി മിൻ ബറമി. എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ? തീക്കുണ്ടാരം 1000-ഓളം കൊല്ലം കെടാതെ കത്തിച്ചു സൂക്ഷിച്ച തീക്കുണ്ടാരം അതൊന്ന് ചെന്ന് തൊട്ടു നോക്കിയാൽ നല്ല തണുപ്പാ, അതാകെ കെട്ടുപോയി. വെള്ളം ഒഴുകിയിരുന്ന സാവാ തടാകോ, വെള്ളം നിറഞ്ഞു നിന്നിരുന്ന സാവാ തടാകം, തണുപ്പുള്ള വെള്ളമുണ്ടായിരുന്ന ആ സാവാ തടാകത്തിൽ നിന്ന് ഇറങ്ങി നോക്കിയാൽ അത് ഉണങ്ങി വരണ്ട് വിണ്ടുകീറിക്കിടക്കുന്നു. അപ്പോ തീയിന്റെ ചൂട് വെള്ളത്തിലേക്കും വെള്ളത്തിന്റെ നനവ് തീയിലേക്കും മാറിയതുപോലെയുണ്ട്. കവി ശരിക്ക് നമുക്കത് ഒന്നും കൂടെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ എത്രത്തോളം സാവാ തടാകം വറ്റി വരണ്ടു എന്നും എത്രത്തോളം ഈ തീക്കുണ്ടാരം കെട്ടുപോയി എന്നും മനസ്സിലാക്കാൻ ഒന്നും കൂടെ ശക്തമായ ഭാഷയിൽ കവി അവതരിപ്പിക്കുകയാണ്. കഅന്ന ബിന്നാരി മാ ബിൽമാഇ മിൻ ബലലി, തീയിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. മാ ബിൽമാഇ മിൻ ബലലി, വെള്ളത്തിലുള്ള ഈർപ്പം, നനവ്, അത് തീയിലാണെന്ന് തോന്നിപ്പോകും. ഹുസ്നൻ വബിൽമാഇ മാ ബിന്നാരി മിൻ ബറമി, ദുഃഖം കൊണ്ട് വെള്ളത്തിന്റെ ഈർപ്പം തീയിൽ വന്നതുപോലെയുണ്ട്. മാത്രമല്ല വെള്ളത്തിന്റെ തീയിലുള്ള ചൂട് വെള്ളത്തിലേക്ക് തിരിച്ചു വന്നതുപോലെയുമുണ്ട്. കാരണം സാവാ തടാകത്തിലിറങ്ങിയാൽ ചൂടാൻ, തീക്കുണ്ടാരത്തിൽ പോയാൽ തണുപ്പാൻ. ഇതാ കവി പറഞ്ഞത്. അതിനെ ഒന്നും കൂടെ ശക്തമായി അവതരിപ്പിച്ചതാണ്. അപ്പൊ ചുരുക്കത്തില് ആകെ വറ്റി വരണ്ടുപോയി, കെട്ടണഞ്ഞുപോയി. വൽ ജിന്നു തഹ്തിഫു വൽ അൻവാറു സാത്തിയതുൻ വൽ ഹഖു യദ്ഹറു മിൻ മഅനം വമിൻ കലിമി. അപ്പൊ സാവക്കാർ ഈ വിഷയത്തിൽ ദുഃഖിച്ചു നിൽക്കുന്നു. സാവ എന്ന് പറയുന്നത് പേർഷ്യയിലെ ഹമദാൻ എന്ന സ്ഥലവും റയ്യ് എന്ന സ്ഥലവും
ഇതിനിടയിലുള്ള നഗരമാണ് യഥാർത്ഥത്തിൽ സാവ. ആ സാവ നഗരത്തിലുള്ള തടാകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് വറ്റി വരണ്ടു, അതുപോലെ തീയണഞ്ഞു. അതിന്റെ ശേഷം അത് ശരിക്ക് വർണ്ണിച്ചതിന്റെ ശേഷം ഇമാം ബൂസീരി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണപ്പോഴുണ്ടായ മറ്റൊരു അത്ഭുതം കേൾക്കണോ? വൽജിന്നു തഹ്തീഫു വൽ അൻവാറു സാഖിയതു. ജിന്നുകളാകെ ബഹളം വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുമ്പോൾ വൽജിന്നു തഹ്തീഫു, ജിന്നുകൾ ബഹളം വെക്കുന്നു. വൽ അൻവാറു സാഖിയതു, പലതരത്തിലുള്ള പ്രകാശങ്ങൾ പല ഭാഗത്തു നിന്നും അതാ വെളിപ്പെടുന്നു. പല ഭാഗത്തു നിന്നും പ്രകാശങ്ങൾ പ്രകടമാകുന്നു. ഹബീബിന്ന് വന്നു വീണപ്പം വല്ലൻവാറു സാതിഅതു വൽഹഖു യദ്ഹറു മിൻ മഅനം വമിൻ കലിമി. ഉറപ്പാൻ സത്യം അക്ഷരാർത്ഥത്തിൽ ഇവിടെ പുലരും. വൽഹഖു യദ്ഹറു, സത്യം പുലരുക തന്നെ ചെയ്യും. മിൻ മഅനം വമിൻ കലിമി, അക്ഷരാർത്ഥത്തിൽ പുലരും. മിൻ മഅനം വമിൻ കലിമി, സത്യം പുലരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത്രയൊക്കെ വലിയ അത്ഭുതത്തോടുകൂടെ ജനനം സംഭവിച്ച ജന്മം നൽകപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നബി തങ്ങൾ സത്യപ്രവാചകനാണെന്നത് ബോധ്യപ്പെടാൻ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ സത്യം ഇവിടെ ബോധ്യപ്പെടും. മിൻ മഅനം വമിൻ കലിമി, പറഞ്ഞതിന്റെ അർത്ഥത അക്ഷരാർത്ഥത്തിൽ ബോധ്യപ്പെടും. ഇനി ഒരു കുട്ടിക്കും സത്യം തിരിയാത്തതുണ്ടാകൂല. പക്ഷെ ഇവിടെ ഒരു വലിയ സംശയം വരുന്നുണ്ട്. അതിന് മറുപടിയാണ് ഇനി ശേഷം വരുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞ വരികളൊക്കെ ഒന്നൊന്നിന്റെ വിശദീകരണമാണ്. അതുകൊണ്ട് ഇത്രയും വരികൾ നമുക്ക് പെട്ടെന്ന് നീങ്ങിക്കിട്ടി. എന്നിട്ട് മഹാനവറുകൾ അവസാനം പറഞ്ഞു, ഈ വലിയ അത്ഭുതങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ സത്യം അക്ഷരാർത്ഥത്തിൽ പുലരുക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം അവിടെ ഉണ്ടാകും. ജിന്നുകൾ ശബ്ദിക്കുന്നു, അതുപോലെ പ്രകാശം തിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അത് നമ്മൾ വിശദീകരിച്ചില്ല. ജിന്നുകൾ ശബ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴുമ്പം എല്ലാ മലകളിൽ നിന്നും മലമടക്കുകളിൽ നിന്നുമൊക്കെ ജിന്നുകൾ അവരുടെ മാളങ്ങളിൽ നിന്ന് കാടുകളിൽ നിന്നൊക്കെ ബഹളം വെക്കുകയായിരുന്നു. സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചിരുന്നു ജിന്നുകൾ. അതുപോലെ തന്നെ ദുഃഖം കൊണ്ട് പൊട്ടിക്കരഞ്ഞിരുന്നു കാഫിർ ജിന്നുകള്. മുസ്ലിം ജിന്നുകള് സന്തോഷം കൊണ്ട് ആർത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു, പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് മഹാന്മാർ ഇതിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ പറയുന്നു. വൽ ജിന്നു തഹ്തീഫു വൽഅൻവാറു സാതിയതു. ബഹുമാനപ്പെട്ട ബീവി ആമിന റളിയല്ലാഹു തആല അൻഹ, ബീവി ആമിന റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചു വീഴുമ്പോൾ ആമിന ബീവി തന്നെ പറഞ്ഞു, എന്നിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് പോയി. ആ പ്രകാശം കാരണം ഞാൻ ഷാമിലെ മണിമാളികകൾ മുഴുവനും ഞാൻ കണ്ടുപോയി എന്ന് ബഹുമാനപ്പെട്ട ബീവി ആമിന റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള പ്രകാശങ്ങളെ കുറിച്ചാണ് വൽഅൻവാറു സാതിയതു എന്ന് പറഞ്ഞത്. വൽഹഖു യദ്ഹറു മിൻ മഅനം വമിൻ കലിമി. പക്ഷേ അതിന് മറുപടി പറയുന്നതിന്റെ മുമ്പ്, അഥവാ അക്ഷരാർത്ഥത്തിൽ സത്യം പുലരുന്നു പറഞ്ഞിട്ട് ഇവിടെ എത്ര നിഷേധികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇപ്പോഴും നിഷേധിക്കുന്ന കുറെ ആളുകളില്ലേ. എല്ലാവർക്കും സത്യം ബോധ്യപ്പെടുന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. വ്യക്തമായി സത്യം ബോധ്യപ്പെടും. പിന്നെ ഇവിടെ നബി തങ്ങൾ നിഷേധിക്കുന്ന ആരും ഉണ്ടാവരുതല്ലോ എന്നത് ഒരു ചോദ്യമാണ്. അതിന് മറുപടിയാണ് ബഹുമാനപ്പെട്ടവർ ഇനി അടുത്ത വരിയിൽ പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളൊക്കെ കെട്ടുകഥകളാണെന്ന് പറയുന്നവരുണ്ട്. ഈ സംഭവങ്ങൾ അത്രയും ഇപ്പറഞ്ഞ സാവാ തടാകം വറ്റി വരണ്ടു എന്ന് പറഞ്ഞതും, പേർഷ്യക്കാരുടെ തീക്കുണ്ടാരം അണഞ്ഞുപോയി എന്ന് പറഞ്ഞതും, യൂഫ്രട്ടീസ് നദിയുടെ ഒഴുക്ക് നിലച്ചു എന്ന് പറഞ്ഞതും, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ കെട്ടുകഥകളാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഇമാം ബൈഹഖിയുടെ ദലായിലുൻ നുബുവയിലും അതുപോലെ തന്നെ അൽ ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വൻ നിഹായയിലും മറ്റു സീറാ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ച കഥകളാണ്. എന്നാൽ ഇമാം ബൂസീരി ഇതൊക്കെ സാങ്കല്പികമായി അവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ഇമാം ബൂസീരിയുടെ ഈ വരികളെ ചെറുതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അല്പന്മാരുണ്ട്. അവർ പഠിക്കാൻ വേണ്ടിയാണ് ആ ഒരു വാക്ക് മാത്രം പ്രയോഗിച്ച് തൽക്കാലം നിർത്തുന്നത്. കാരണം എന്തുകൊണ്ട്? ഇക്കഴിഞ്ഞു പോയ മഹാന്മാർക്കൊന്നും തിരിഞ്ഞില്ലെന്നും അവർക്കൊന്നും ആയത്തും ഹദീസും തിരിഞ്ഞില്ലെന്നും നമുക്കാണ് തിരിഞ്ഞത് എന്നും പറയുമ്പോൾ അതിൽ എന്തോ ഒരു വല്ലായ്മ നമുക്ക് സ്വയം ബോധ്യപ്പെടാനുണ്ട്. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈമാൻ നമുക്ക് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഈമാൻ തിരിച്ചു കിട്ടുകയില്ല എന്ന് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉണർത്തുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് വരുന്ന സ്വാഭാവികമായ ഒരു ചോദ്യം,
അതെന്താ? എന്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ സത്യം പുലർന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ കാഫിറുകളുണ്ടായി? എന്തുകൊണ്ട് ഇവിടെ നിഷേധികളുണ്ടായി? അള്ളാഹുവിന്റെ ഹബീബിനെ അംഗീകരിക്കാൻ എന്തുകൊണ്ട് ജനങ്ങൾ തയ്യാറായില്ല എന്നതൊരു ചോദ്യമാണ്. അതിന് മറുപടിയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. تسمع وبارقة الإنذار لم تشمي من بعد ما أخبر الأقوام كاهنهم بأن دينهم المعوذ لم يقم. അവർ അന്ധരും ബധിരരുമാണ്. സത്യം വെളിപ്പെടാത്തത് കൊണ്ടല്ല, അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. സത്യം ഇവിടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, പുലർന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എവിടെയാണ്? അമൂ വസമ്മു, ജനങ്ങളില്ലേ അവരന്ധരാണ്, അവർ ബധിരരാണ്. അന്ധരും ബധിരരുമായി സുമ്മും ബുക്കുമുന്നുൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവർ ബധിരരാണ്, അവർ അന്ധരാണ്, അവർ മൂകരാണ് എന്ന് പറഞ്ഞെങ്കിൽ അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയും പറയുന്നത്. ഖുർആൻ കാഫിരിങ്ങളെ പറ്റി പറഞ്ഞത് അങ്ങനെയാ, സുമ്മും ബുക്കുമുൻ ഉമ്മിയുൻ എന്ന്. അതേ ശൈലി തന്നെയാ പറയുന്നത്. അമൂ വസമ്മു, അവർ അന്ധരാണ്, അവർ ബധിരരാണ്, അവർക്ക് കണ്ണ് കാണില്ല, അവർക്ക് ചെവി കേൾക്കില്ല. ഫയഅലാനുൽ ബശായിരി ലം തുസ്മഅ. ഫയഅലാനുൽ ബശായിരി, അതുകൊണ്ട് തന്നെ ഈ ഹബീബ് നൽകുന്ന സുവിശേഷങ്ങളുടെ വിളംബരം ലം തുസ്മഅ, കേൾക്കപ്പെടില്ല. കാരണം കേൾക്കാനുള്ള ചെവി അവർക്കില്ല. നബിതങ്ങൾ സുവിശേഷ വിളംബരം നടത്താത്തത് കൊണ്ടല്ല, പക്ഷേ സ്വർഗമുണ്ടെന്ന് പറയുന്നത് ആ സുവിശേഷങ്ങളുടെ വിളംബരം ഉൾക്കൊള്ളാനുള്ള ചെവി അവർക്ക് കേൾക്കാനുള്ള ചെവി വേണ്ടേ? അവർക്ക് ചെവിയില്ല, അവർ ബധിരരാണ്. എന്നിട്ട് ശേഷം പറയുന്ന മാത്രമല്ല, വബാരിഖത്തുൽ ഇൻദാരി ലം തുശബി. വബാരിഖത്തുൽ ഇൻദാർ, നബിതങ്ങളുടെ സുവിശേഷങ്ങളുടെ വിളംബരം കേൾക്കാനുള്ള ചെവിയില്ല. വബാരിഖത്തുൽ ഇൻദാർ, നബിതങ്ങളുടെ താക്കീദിന്റെ മിന്നൽ പിണരുകൾ അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വബാരിഖത്തുൽ ഇൻദാരി ലം തുശമി, താക്കീദിന്റെ മിന്നൽ പിണരുകൾ ലം തുശമി, കാണപ്പെട്ടില്ല. അന്ധരും ബധിരരുമാണ്. അതുകൊണ്ട് നബിതങ്ങളുടെ സുവിശേഷ വിളംബരം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പാകുന്ന ആ മിന്നൽ പിണരുകള് കാണാനോ കേൾക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല. ഇതാണ് അവർക്ക് പറ്റിപ്പോയത്. അവർക്ക് കണ്ണും കാതുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷ വാർത്തകൾ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൻദാർ, താക്കീത്, അത് കാണാനും കഴിഞ്ഞില്ല. താക്കീദിനെ ഒരു മിന്നൽ പിണരിനോടാണ് ഉപമിപ്പിച്ചത്. അതുകൊണ്ടാണ് മിന്നൽ കാണുകയാണ്, മറ്റേത് ഈലാൻ വിളംബരം അത് കേൾക്കുകയാണ്. അത് രണ്ടെണ്ണത്തിനോട് ഉപമിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറഞ്ഞയച്ചത് മുബശ്ശിറും നദീറുമായിട്ടാണ്. ലോകത്തിന് താക്കീത് നൽകാനും അതുപോലെ തന്നെ സുവിശേഷങ്ങൾ അറിയിക്കാനും വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് എത്ര വലിയ സുവിശേഷങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പദങ്ങളൊക്കെ ഇന്ന് സുവിശേഷം എന്ന പദങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് അറിയിച്ച സുവിശേഷങ്ങൾ പറയാൻ നമ്മൾ ഒരുക്കമല്ലാത്തത് കൊണ്ട് സുവിശേഷം എന്ന പദം അതിൽ ശരിക്കങ്ങോട്ട് ജനങ്ങളെ മയക്കി ഉറക്കുന്നത് മറ്റൊരു വിഭാഗമാണ് എന്ന് നാം ഓർക്കണം. കാരണം അവർക്ക് അങ്ങനെയുള്ള ചില പദങ്ങളെ കൊണ്ടാണ് അവർ അവരുടെ മതത്തിന്റെ നിലനിൽപ്പ് തന്നെ, സുവിശേഷം, സ്നേഹം, അനുകമ്പ തുടങ്ങിയ പദങ്ങള് പലപ്പോഴും ഒരു 2 മണിക്കൂർ പ്രഭാഷണം നടത്തിയാൽ എന്താണ് പറഞ്ഞതെന്ന് പ്രഭാഷകനോ ശ്രോതാക്കൾക്കോ തിരിയാത്ത രൂപത്തിലുള്ള സ്നേഹമായിരിക്കും അവിടെ അവതരിപ്പിക്കാറുള്ളത്. പലപ്പോഴും സുവിശേഷമായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുവിശേഷം അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താക്കീത് അങ്ങനെയല്ല, വ്യക്തമാണ്, മിന്നൽ പിണര് പോലെ വ്യക്തമാണത്. അതുകൊണ്ട് ഇത് കാണാനുള്ള ചെവി കണ്ണിവർക്കില്ലാതെ പോയല്ലോ, ഇത് കേൾക്കാനുള്ള ചെവി ഇവർക്കില്ലാതെ പോയല്ലോ. ഇതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര നല്ല സത്യമാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പറഞ്ഞത്. അള്ളാഹു പറയുന്നു സത്യനിഷേധികളെ കുറിച്ച്, ഔ കദുലുമാത്തിൻ ഫീ ബഹരിൻ ലുജ്ജിൻ യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി മൗജ് മിൻ ഫൗഖിഹി സഹാബ്. സൂറത്തുൻ നൂറിൽ അല്ലാഹു തആല പറയുന്നത് കാണാം. സൂറത്തുൻ നൂറിന്റെ 40-ാമത്തെ വചനം അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ആ സത്യനിഷേധികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവരുടെ ഉദാഹരണം എങ്ങനെയാണെന്നറിയോ? അവര് സമുദ്രത്തിലെ ആഴക്കടലിലെ കൂരിരുപ്പ് പോലെയാണ്.
ഔ കദുലുമാതിൻ ഫീ ബഹരിൻ ലുജ്ജിയ്യ, ആഴക്കടലിലെ കൂരിരുട്ട് പോലെയാണ്. സത്യനിഷേധികളുടെ ഉദാഹരണം അങ്ങനെ പറഞ്ഞു വരുമ്പോഴാ പറഞ്ഞത്. എന്താണ് ആ കൂരിരുട്ടിന്റെ പ്രത്യേകത? യഗ്ഷാഹു മൗജും മിൻ ഫൗഖിഹി മൗജും മിൻ ഫൗഖിഹി സഹാബ്. ആ അന്ധകാര അടിക്കടല്, ആഴക്കടല്, ആ ആഴക്കടലിനെ ഒരു തിരമാല പൊതിഞ്ഞു നിൽക്കുന്നു. ഒരു തിരമാല അതിനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. മിൻ ഫൗഖിഹി മൗജ്, അതിന്റെ മുകളിൽ മറ്റൊരു തിരമാലയുണ്ട്. മിൻ ഫൗഖിഹി സഹാബ്, അതിനു മുകളിൽ മേഘവുമുണ്ട്. ഇങ്ങനെ ഇരുട്ടുകൾ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ആഴക്കടലിൽ മുകളിൽ മേഘമുണ്ട്, മാനത്ത് മേഘമുണ്ട്, മുകൾ ഭാഗത്ത് മേഘമുണ്ട്, താഴ്ഭാഗത്ത് ഉപരിതല തിരമാലയുണ്ട്. അതിന്റെയും താഴ്ഭാഗത്ത് ആഴക്കടലിൽ അഗാധതല തിരമാലയുണ്ട്. മേഘത്തിന്റെ ഇരുട്ട്, ഉപരിതല തിരമാലയുടെ ഇരുട്ട്, അഗാധതല തിരമാലയുടെ ഇരുട്ട്. ദുലുമാതും ബഅ്ദുഹാ ഫൗക ബഅ്ദ്. സൂറത്തുൻ നൂറിൽ അല്ലാഹ് പറയുന്നു, ഇരുട്ടോടിരുട്ട് കട്ട പിടിച്ചു കിടക്കുന്നു. ദുലുമാതും ബഅ്ദുഹാ ഫൗക ബഅ്ദ്, ഇരുട്ടോടിരുട്ട് കട്ട പിടിച്ചു കിടക്കുന്നു. ആ അവസ്ഥയില് അവിടെയെങ്ങാനും ആ മനുഷ്യൻ, ആഴക്കടലിലെത്തിയ മനുഷ്യൻ, ഒരാൾ അവിടെ എത്തിയെന്ന് സങ്കല്പിക്കാം. അയാളുടെ സ്വന്തം കൈ ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ, അയാളുടെ സ്വന്തം കൈ തന്റെ മുഖത്തിന്റെ അടുത്തുകൂടെ വീശിയാൽ, കൈ പുറത്തെടുത്ത് ആഴക്കടലിലുള്ള ഒരാൾ തന്റെ സ്വന്തം കൈ പരിശോധിച്ചാൽ, മുഖത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നോക്കിയാൽ പോലും ലം യറഹ എന്നല്ല പറഞ്ഞത്, അത് കാണാൻ കഴിയൂല എന്നല്ല. ലം യകദ് യറഹ, കാണുന്നതിന്റെ അടുത്തു പോലും എത്തില്ല. എന്തേ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്? സത്യനിഷേധികളുടെ അവർക്ക് എത്രമാത്രം അന്ധതയുണ്ടെന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അതിനെ ഉപമിപ്പിച്ചത് ഏതിനോടാ? ആഴക്കടലിലെ ഇരുട്ടിനോട്. ആഴക്കടലിന്റെ ഇരുട്ടിന്റെ പ്രത്യേകത എന്താ? ആഴക്കടലിന്റെ ഇരുട്ട് അതൊക്കെ കണ്ടെത്തിയത് എന്താ? ശാസ്ത്രം ഇത് കണ്ടെത്തിയത് സ്കാൻഡിനേവിയൻ നാവികരാണ് 972 ഈ അത്ഭുതം കണ്ടെത്തിയത്. ഏത്? സമുദ്രത്തിന്റെ അടിത്തട്ടില് കൂരിരുട്ടാണ്. കൂരിരുട്ടാണ്. ഏത്? ആഴക്കടലിന്റെ കഥയാ പറയുന്നത്. ആഴക്കടലിലെ ഇരുട്ടിന്റെ കഥ അന്ന് സ്കാൻഡിനേവിയൻ നാവികർ 972 അത് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് പറഞ്ഞു. അത് എങ്ങനെയാണെന്നറിയോ? അവിടെ അന്ന് അവർ പറഞ്ഞ കാര്യം, ഈ ആഴക്കടലിൽ ചെന്ന് നോക്കിയാൽ അവിടെ നമ്മൾ മുകളിൽ കാണുന്ന തിരമാല പോലെയല്ല. മുകളിലെ തിരമാല തന്നെ നമുക്ക് ഭീമാകാരമാണ്, വളരെ